ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് ചാനലുകൾ യൂട്യൂബിൽ നിന്നും ഡീമോണിറ്റൈസ് ആകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലരും ചാനലെല്ലാം തുടങ്ങി അതിൽ പല വീഡിയോസ് എല്ലാം ഇപ്രകാരം അപ്ലോഡ് ചെയ്യുന്നു. എന്നാൽ ഈ പോളിസിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ എന്തെല്ലാമാണ് യൂട്യൂബിൽ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചോ പലരും ഇതിനെക്കുറിച്ച് വ്യക്തമായ അറിവില്ലാതെ പല ടൈപ്പിലുള്ള കണ്ടന്റ് എല്ലാം അപ്ലോഡ് ചെയ്യാറുണ്ട്. കാരണം നമുക്ക് കുറച്ച് വ്യൂസ് എല്ലാം വരണമെങ്കിൽ ചില ലിമിറ്റ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ ലിമിറ്റ് ക്രോസ് ചെയ്താൽ ചില ആളുകൾക്ക് അവരുടെ വീഡിയോസിലേക്ക് പെട്ടെന്ന് വ്യൂസ് എല്ലാം വന്നു എന്ന് വരാം. കാരണം ഇത്തരത്തിലുള്ള വീഡിയോസ് ഇത് ഇല്ലീഗൽ ആണെങ്കിൽ കൂടി ഒരുപാട് വ്യൂവേഴ്സ് ഇത്തരത്തിലുള്ള സബ്ജക്റ്റ് എല്ലാം കാണാനുണ്ടാകും എന്നതാണ്. പക്ഷേ ഇത് നമ്മുടെ ചാനലിനെ വളരെയധികം നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. ഇത്തരത്തിൽ ആരെങ്കിലും ശ്രദ്ധിക്കാതെ വീഡിയോ എല്ലാം ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ചാനൽ തന്നെ ഇല്ലാതാകാനെല്ലാം കാരണമാകും. അതിനാൽ തന്നെ ചാനലിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒരുവിധം ചാനൽ ഡീമോണിറ്റൈസ് ആകുന്നതെല്ലാം നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയാൽ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പലർക്കും യൂട്യൂബിൽ ആദ്യം വരുമ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്നും എന്തെങ്കിലും വീഡിയോ എല്ലാം ഡൗൺലോഡ് ചെയ്യുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ മ്യൂസിക് എല്ലാം നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനെപ്പറ്റിയെല്ലാം വീഡിയോ ചെയ്യുമ്പോൾ ഇത് വലിയ പ്രോബ്ലം ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. കാരണം ഇത്തരത്തിൽ ആരെങ്കിലും ഇത് ഡൗൺലോഡ് ചെയ്ത് അതായത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ എല്ലാം യൂസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിന് പിന്നീട് അത്തരത്തിൽ ഡൗൺലോഡ് ചെയ്ത വീഡിയോസിൽ നിന്നുള്ള വരുമാനമൊന്നും ലഭിക്കില്ല. അതിനാൽ തന്നെ ഇത് റെസ്ട്രിക്റ്റഡ് ആണ്. നമുക്ക് ഇത്തരത്തിൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഒന്നും യൂസ് ചെയ്ത് നമ്മുടെ MP3 അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ മൂവീസ് ഒന്നും ഡൗൺലോഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ പലരും ഇതറിയാതെ എങ്ങനെയാണ് യൂട്യൂബിൽ നിന്നും വീഡിയോസ് ഡൗൺലോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ മ്യൂസിക് ഡൗൺലോഡ് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം ചെയ്തിരിക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് നല്ല വ്യൂസ് എല്ലാം വന്നിരിക്കാം. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു കോപ്പിറൈറ്റ് ക്ലെയിം അല്ലെങ്കിൽ സ്ട്രൈക്ക് ഒന്നും വരണമെന്നില്ല. എപ്പോഴാണ് യൂട്യൂബ് ഇത് ശ്രദ്ധിക്കുന്നത്? അതായത് കുറച്ച് സമയമെല്ലാം എടുത്ത് ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോയ്ക്ക് 6 മാസം കഴിഞ്ഞെല്ലാമാണ് ഇത്തരത്തിൽ ഒരു സ്ട്രൈക്ക് എല്ലാം ലഭിക്കുക. അതിനാൽ തന്നെ ഇത്തരത്തിൽ നിങ്ങൾക്ക് സ്ട്രൈക്ക് എല്ലാം റിപ്പീറ്റ് ആയി ലഭിക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ആകാൻ തന്നെ കാരണമാകും. അതിനാൽ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഈ കാര്യങ്ങളൊന്നും അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. യൂട്യൂബ് ഓരോ പോളിസി കൊണ്ടുവരുന്നതും ഇത് എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും അവരുടെ എല്ലാം തന്നെ ഗുണത്തിന് വേണ്ടി മാത്രമാണ്. കാരണം ഇത്തരത്തിൽ പോളിസികളൊന്നും ഇല്ല എങ്കിൽ ആർക്കും തന്നെ ക്രിയേറ്റേഴ്സിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. യൂട്യൂബിലെ ഓരോ പോളിസിയും വന്നിരിക്കുന്നത് ഇത് വ്യൂവേഴ്സിന് അതുപോലെ ക്രിയേറ്റേഴ്സിന് എല്ലാം വേറെ ഗുണം ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതിനാൽ തന്നെയാണ് നമ്മൾ ഈ പോളിസി ഒന്നും ബ്രീച്ച് ചെയ്യരുത് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ പോളിസി ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ക്രിയേറ്റേഴ്സിന് അവർക്ക് യൂട്യൂബിൽ സസ്റ്റെയിൻ ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. കാരണം നിങ്ങൾക്ക് ബാഡ് കമൻസ് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇത്തരത്തിൽ എഫക്റ്റ് ചെയ്യുന്നതായി വരും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ഒഴിവാക്കുന്നതിന് തന്നെയാണ് യൂട്യൂബ് ഇത്തരത്തിൽ ഓരോ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. പലപ്പോഴും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളിൽ യൂട്യൂബ് മാറ്റമെല്ലാം കൊണ്ടുവരാറുണ്ട്. അതായത് പുതിയ അപ്ഡേറ്റ്സിലൂടെ ഇത്തരത്തിൽ ഈ ഒരു പോളിസി ചേഞ്ച് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പുതുതായി ഇത്തരത്തിലൊരു പോളിസി ആഡ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം യൂട്യൂബ് അറിയിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പുതിയ പോളിസി എല്ലാം വരുന്നത് റീസെൻ്റായി എന്തെങ്കിലും ഇൻസിഡൻ്റ് എല്ലാം സംഭവിക്കുന്നു, ഇതിനെക്കുറിച്ച് യൂട്യൂബ് റിസർച്ച് ചെയ്യും. ഇത്തരത്തിൽ കാര്യങ്ങളെല്ലാം നമ്മുടെ യൂട്യൂബിൽ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതെല്ലാം വിലയിരുത്തുന്നതിന് യൂട്യൂബിൻ്റെ ബാക്ക് എൻഡ് ടീമുകളെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്രകാരം നമ്മൾ ഇതിൽ എന്തെല്ലാം ചേഞ്ചസ് കൊണ്ടുവന്നാലാണ് നമുക്ക് യൂട്യൂബിന് ഏറെ ഗുണം ലഭിക്കുക, വ്യൂവേഴ്സിന് ഗുണം ലഭിക്കുക, ക്രിയേറ്റേഴ്സിന് ഗുണം ലഭിക്കുക. ഇത്തരത്തിൽ ഒരുപാട് റിസർച്ച് എല്ലാം ചെയ്തതിൻ്റെ അതിനുശേഷമാണ് ഇത്തരത്തിൽ പോളിസി എല്ലാം യൂട്യൂബ് കൊണ്ടുവരുന്നത്. അതിനാൽ തന്നെ ഈ പോളിസി എല്ലാം ഏറ്റവും ഗുണം ചെയ്യുന്നത് ക്രിയേറ്റേഴ്സിനും അതുപോലെ വ്യൂവേഴ്സിനുമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഒരുപാട് പേരുടെ ചാനൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലെല്ലാം ഇത്തരത്തിൽ ഈ സ്ട്രൈക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലെല്ലാം ടെർമിനേറ്റ് ആകാനുള്ള റീസൺ. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് ഈ വീഡിയോ മുഴുവനായി കാണുക. അതുപോലെ യൂട്യൂബിൽ വന്നിരിക്കുന്ന പുതിയ അപ്ഡേറ്റ്സുകളെ കുറിച്ച് അതുപോലെ പോളിസി ചേഞ്ചസിനെ കുറിച്ചെല്ലാം നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ അതിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം കൊടുക്കാറുണ്ട്.
അതിനാൽ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇതിലേതെങ്കിലും വീഡിയോസ് എല്ലാം പുതിയ അപ്ഡേറ്റ്സ് എല്ലാം വരുമ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കും. അതിനാൽ തന്നെ നിങ്ങൾ ഒരു ക്രിയേറ്റർ ആണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇനി നമുക്ക് കോമൺ ആയി സംഭവിക്കുന്ന കുറച്ച് മിസ്റ്റേക്സുകൾ എന്തെല്ലാം എന്ന് നോക്കാം. യൂട്യൂബിൽ നമ്മൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ഇൻഅപ്രോപ്രിയേറ്റ് കണ്ടന്റ്സ് എല്ലാമാണ്. അതായത് മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവരെ സങ്കടപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അവരെ ഹേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ നമ്മുടെ വീഡിയോസിൽ വയലൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോസ് ഒന്നും നമ്മൾ ചെയ്യാതിരിക്കുക. അതുപോലെ സെക്ഷുവലി എക്സ്പ്ലിസിറ്റ് ആയ ഇത്തരത്തിലുള്ള കണ്ടന്റ്സ് ഒന്നും നിങ്ങളുടെ ചാനലിൽ ഉൾപ്പെടുത്താൻ പാടില്ല. ഇതെല്ലാം വരികയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ ഇത് ഡീമോണിറ്റൈസ് ആകാം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് മിസ്ലീഡിങ് കണ്ടന്റ് എല്ലാം ചെയ്യുക എന്നത്. അതായത് നമ്മുടെ കണ്ടന്റ് ഇത് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലെല്ലാം വീഡിയോസ് ചെയ്യുക. അതായത് നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് വീഡിയോസ് എല്ലാം ചെയ്യുക. സംഭവം വളരെ ചെറുതായിരിക്കും, എന്നാൽ ഇത് വളരെ എക്സാഗ്രേറ്റഡ് ആയി കാണിച്ച് ഇത് വലിയ ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു പ്രതീതി മറ്റു വ്യൂവേഴ്സിനെല്ലാം നൽകുന്ന തരത്തിലെല്ലാം വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതെല്ലാം ഇത്തരത്തിൽ ഈ മിസ്ലീഡിങ് കണ്ടന്റ് എന്നതിലാണ് വരിക. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങളുടെ വീഡിയോയിൽ ചെയ്യാതിരിക്കുക. കാരണം സത്യത്തെ മറക്കുന്നതിന് വേണ്ടി പല കാര്യങ്ങളും ഇത്തരത്തിൽ ചെറിയ സംഭവത്തെ വലുതാക്കി കാണിക്കാറെല്ലാം ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താതിരിക്കുക. അതുപോലെ യൂട്യൂബ് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കോൺട്രവേഴ്ഷ്യൽ ആയ അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയ ഇൻഫർമേഷനെ കുറിച്ചെല്ലാം വീഡിയോ ചെയ്യുന്നത്. ഇത് വളരെ ശ്രദ്ധിച്ചു മാത്രം ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ചാനൽ ഡീമോണിറ്റൈസ് ആവാം. ഉദാഹരണമായി പറയുകയാണെങ്കിൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ റിലീജിയൻ, അതുപോലെ നമ്മൾ സെൻസിറ്റീവ് ആയ മറ്റു ഇഷ്യൂസിനെ കുറിച്ചെല്ലാം വീഡിയോ ചെയ്യുന്നത്, അതുപോലെ മെഡിക്കൽ പ്രൊസീജിയർ, ഇതിനെക്കുറിച്ചെല്ലാം വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചു മാത്രമേ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പാടൂ. കാരണം ഇതെല്ലാം നിങ്ങളുടെ ചാനൽ ഡീമോണിറ്റൈസ് ആകാൻ കാരണമാകും. ഇത്തരത്തിൽ നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങളുടെ വീഡിയോയിലേക്ക് അഡ്വർടൈസ്മെന്റ് നൽകുന്ന ഒരുപാട് കമ്പനീസ് എല്ലാം ഉണ്ട്. ഇത് ഇത്തരത്തിൽ നമുക്ക് അഡ്വർടൈസ്മെന്റ് എല്ലാം തരുന്ന കമ്പനികൾക്ക് വലിയ റിസ്ക് ആയി തീരാറുണ്ട്. അതിനാൽ തന്നെയാണ് യൂട്യൂബ് ഇത്തരത്തിൽ വളരെയധികം സ്ട്രിക്റ്റ് ആയ മോണിറ്ററിംഗ് എല്ലാം ഈ ഒരു ഏരിയയിലും നടത്തുന്നത്. അതിനാൽ തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള കണ്ടന്റ് എല്ലാം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചു മാത്രം ചെയ്യുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റീയൂസ്ഡ് കണ്ടന്റ് ആണ്. റീയൂസ്ഡ് കണ്ടന്റിനെ കുറിച്ച് ഒരുപാട് പേർക്ക് വളരെയധികം ഡൗട്ട് എല്ലാം ഉണ്ട്. കുറെ പേർ അവരുടെ ചാനലിൽ പല ചാനലുകളിൽ നിന്നുള്ള ക്ലിപ്പിംഗ് എല്ലാം എടുത്ത് അതെല്ലാം അവരുടെ ചാനലിൽ യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ നിങ്ങളുടെ ചാനലിന് ഇതിനുള്ള പെർമിഷൻ ഉണ്ടോ? നിങ്ങളുടെ ചാനൽ അതായത് ഫെയർ യൂസ് പോളിസി യൂസ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ചാനലാണോ നിങ്ങളുടേത്? ഇതെല്ലാം നോക്കിയതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ എല്ലാം നൽകുക. അല്ലെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ മറ്റുള്ളവരുടെ കണ്ടന്റ് എല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ ഡീമോണിറ്റൈസ് ആകാനെല്ലാം ഇത് കാരണമാകും. പലരും ശ്രദ്ധിക്കാതെ ഒരുപാട് ചാനലുകൾ ഡീമോണിറ്റൈസ് ആകുന്നതും ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ്. കാരണം നമുക്ക് പെട്ടെന്ന് യൂട്യൂബിൽ വളരണം എന്ന് കരുതി പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് ചെറിയ ക്ലിപ്പിംഗ് എല്ലാം യൂസ് ചെയ്ത്, അതായത് മറ്റുള്ളവരുടെ കണ്ടന്റ് യൂസ് ചെയ്ത്, അവരുടെ മ്യൂസിക് യൂസ് ചെയ്ത്, അവരുടെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്ത് ഇത് നമ്മുടെ വീഡിയോസിൽ ആഡ് ചെയ്ത് വീഡിയോസ് എല്ലാം ചെയ്യുന്നത്. അതിനാൽ തന്നെ ഇത്തരത്തിൽ നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ ഈ റീയൂസ്ഡ് കണ്ടന്റ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ് ഫെയർ യൂസ് പോളിസി. ഫെയർ യൂസ് പോളിസി നൽകിയിരിക്കുന്നത് എഡ്യൂക്കേഷണൽ വാല്യൂസ് ഉള്ള ഒരു ചാനലിന്, അല്ലെങ്കിൽ നിങ്ങൾ ക്രിറ്റിസിസം, കമന്ററി, അല്ലെങ്കിൽ ന്യൂസ് റിപ്പോർട്ടിംഗ് ഇങ്ങനെയുള്ള ചാനലുകൾക്കെല്ലാമാണ് ഇത്തരത്തിൽ ഈ ഫെയർ യൂസ് പോളിസി എല്ലാം നൽകിയിരിക്കുന്നത്. എന്നാൽ പലരും ഇത് അറിയാതെ ഇത്തരത്തിൽ നിങ്ങളുടെ വീഡിയോസിൽ പലരുടെ വീഡിയോസ് എല്ലാം ആഡ് ചെയ്യാറുണ്ട്. അതിനാൽ തന്നെ നിങ്ങളുടെ ചാനൽ ഇതിന് എലിജിബിൾ അല്ല എങ്കിൽ നിങ്ങൾ ഇങ്ങനെ മറ്റുള്ളവരുടെ കണ്ടന്റ് യൂസ് ചെയ്യുമ്പോൾ ഇതിൽ നിങ്ങൾക്ക് റിസ്ക് കൂടുതലാണ്. ഇത്തരത്തിൽ നിങ്ങൾ മറ്റുള്ളവരുടെ കണ്ടന്റ് യൂസ് ചെയ്യുന്നത് ഇത് ഇത്തരത്തിൽ യൂട്യൂബിന്റെ മാച്ച് ടൂളിൽ അല്ലെങ്കിൽ ഇതിന്റെ ഒറിജിനൽ ഓണറുടെ കണ്ണിലെല്ലാം നിങ്ങൾ ഇത്തരത്തിൽ വീഡിയോസ് എല്ലാം ചെയ്യുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ചാനലിലേക്ക് സ്ട്രൈക്ക് എല്ലാം വരാം. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്ക് എല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ചാനലിൽ നിന്നും ഒഴിവാക്കുക. ഇനി നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ക്രിയേറ്റിവിറ്റിയെ തകർക്കുന്ന തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത്. അതായത് മറ്റൊരാളുടെ മ്യൂസിക് അല്ലെങ്കിൽ മറ്റൊരാളുടെ ക്രിയേറ്റിവിറ്റി
ഇതിന് എന്തെങ്കിലും ദോഷം വരുത്തുന്ന തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതും നിങ്ങളുടെ ചാനൽ ഡീമോണിറ്റൈസ് ആകാൻ കാരണമാകും. അപ്പോൾ ഇതെല്ലാം നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് വീഡിയോസ് എല്ലാം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്രകാരമുള്ള പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കുകയും നിങ്ങളുടെ ചാനൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഗ്രോത്തിലേക്ക് കൊണ്ടുവരാനും സാധിക്കും. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് എല്ലാം ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ നമ്മുടെ ചാനലിൽ യൂട്യൂബ് റിലേറ്റഡ് ആയ പുതിയ അപ്ഡേറ്റ്സിനെ കുറിച്ച്, അതുപോലെ പോളിസി ചേഞ്ചിനെ കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ ഏതൊരു ക്രിയേറ്ററും അവർ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ മറക്കാതിരിക്കുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്